Hello friends, welcome back to the Copy Corner. Anwar Rashid's production, Sriraj Srinivasan സംവിധാനം ചെയ്ത ബേസിൽ ജോസഫ് സിനിമ പ്രാവെങ്കൂട് ഷാപ്പ് OTT സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോണി ലൈവിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം നമുക്ക് നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിനിമ സംവിധാനം ചെയ്ത് ശ്രീരാജ് ശ്രീനിവാസനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ റഷീദാണ്. പ്രത്യേകിച്ചും അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ അൻവർ റഷീദിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തൊരു ഫിലിം. അൻവർ റഷീദിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ ബേസിൽ ജോസഫ് നായകനായിട്ട് ഒരു വ്യത്യസ്തമായ ക്യാരക്ടറായിട്ട് വരുന്നൊരു ഫിലിം. അങ്ങനെ സൗബിൻ ഷാഹിറുണ്ട്, അതുപോലെ ഒരുപാട് ആക്ടേഴ്സ്, ഒരുപാട് നല്ല ആക്ടേഴ്സ്, ചെമ്പൻ വിനോദ്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ, ട്രെയിലർ കണ്ടപ്പോഴൊക്കെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു ഫിലിമാണ് പ്രാവെങ്കൂട് ഷാപ്പ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വളരെ മിക്സഡ് റിവ്യൂസ് നേടി പോയൊരു പടമാണ്. എനിക്കൊന്നും മിക്സഡ് റിവ്യൂസിലും ഉപരി അത് അത്യാവശ്യം ഫ്ലോപ്പായ ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ. എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല, കാരണം ഇവിടെ തിയേറ്ററിലല്ല ഞാൻ സിനിമ കണ്ടത്. തിയേറ്ററിൽ റിലീസ് ഇല്ലാത്തതുകൊണ്ട് OTT-ലാണ് ഫിലിം വന്നതിന് ശേഷം ഞാൻ സിനിമ കണ്ടത്. ഇത് എന്താ പറയുക, ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പ്രത്യേകിച്ച് ഒരു മേർഡർ മിസ്റ്ററി, ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം, ആരും അകത്തോട്ട് വന്നിട്ടുമില്ല, ആരും പുറത്തോട്ട് പോയിട്ടുമില്ല. അപ്പോൾ അതിനകത്തുള്ള അതൊരു നല്ലൊരു തീമും നല്ലൊരു എലമെൻറ്റും നല്ല കിട്ടിലമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ഈ ഒരു ഫിലിമിലുണ്ടായിരുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ള കൊലപാതക രീതിയും കാര്യങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു മേർഡർ നടത്തിയേക്കുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് കോമഡി ത്രില്ലർ, അതായത് ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു ഫിലിമായിട്ടാണ് പ്രാവെങ്കൂട് ഷാപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്രൈമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത്, നമ്മൾ പണ്ട് ഡിറ്റക്റ്റീവിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് എന്തുകൊണ്ടോ എടുക്കാൻ അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ സ്ക്രീൻ പ്ലേ പ്രോപ്പർ ആവാത്തത് കൊണ്ടോ ഒട്ടും വർക്കൗട്ട് ആയില്ല എന്ന് പറയാം. കാരണം എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയില്ല ഫിലിം. ഇതിലെ പലരുടെയും പെർഫോമൻസ്, പല ഭാഗങ്ങളും പല സീൻസും ഒരു കണക്ഷൻ ഇല്ലാതെയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ഫീൽ. ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കണക്ഷൻ ഇല്ലാതെ എന്തൊക്കെയോ കാണിക്കുന്നത് പോലൊരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പം പേഴ്സണലി തോന്നിയത്. ബേസിൽ ജോസഫിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം കുറച്ചും കൂടെ കിടിലമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്തും ക്യാരക്ടറിനുള്ളൊരു ഡീറ്റെയിലിങ്ങും ഈ ഫിലിമിൽ എവിടെയും കാണുന്നില്ല. ഇതിൽ സൗബിൻ ഷാഹിറിൻ്റെ ക്യാരക്ടറായാലും ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറായാലും ഇതിൽ വന്നിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത്യാവശ്യം ഒരുപാട് ആക്ടേഴ്സ് ഈ ഫിലിമിൽ വരുന്നുണ്ട്. ഇവരുടെ ചാന്ദിനി ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇവരുടെ എല്ലാം ക്യാരക്ടേഴ്സിന് ഒരു ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു ഡെപ്തോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം ചെയ്യാനുള്ള റീസണും കാര്യങ്ങളൊന്നും ഒരു കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. അത് എനിക്കൊന്ന് കുറച്ചും കൂടി കിടിലമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സബ്ജക്റ്റ് ആയിരുന്നു പ്രാവെങ്കൂട് ഷാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സിനിമ എടുത്ത് കുറച്ച് കുളവാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. പച്ചയ്ക്ക് പറയുകയാണ്. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. അത്ര ടെക്നിക്കൽ ബ്രില്യൻസ് അടിപൊളിയാണ് കേട്ടോ. പടത്തിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി കിടിലമാണ്. അത്യാവശ്യം വളരെ മനോഹരമായിട്ട് ക്യാമറ വർക്കായാലും, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും, അതുപോലെ ഇതിനകത്ത് ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്. ഒരു ചേസിങ് സീനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ടെക്നിക്കൽ ബ്രില്യൻസ് കിടിലമാണ്. പക്ഷേ പെർഫോമൻസ് വൈസും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് വൈസും അതുപോലെ സ്ക്രീൻ പ്ലേ വൈസും നേരെ താഴെ, പെർഫോമൻസ് മുകളിലാണെങ്കിലും മറ്റത് നേരെ താഴോട്ട് അടിച്ചിട്ട് ഒരു ഫീലാണ് വന്നത്. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിയാതെ പോയൊരു ഫിലിമാണ് പ്രാവെങ്കൂട് ഷാപ്പ്. OTT-ൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ചുമ്മാ കണ്ടു നോക്ക്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളിതിൻ്റെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.